എവിടേക്കാ? ഇന്നു മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ. ഏത് മൂലയെന്നാ മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടാന്ന് പറയാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറ്റൂ. സൂക്ഷിക്ക. കാല് കാല്. ഉമിക്കരി പല്ല് വെച്ചോളൂ. വെള്ളം മുഖം കഴിക്കോളൂ. ഞാൻ ചെയ്തോളാം. ആയിക്കോട്ടെ, പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം. പല്ലിനധികം ബലം കൊടുക്കരുത്. അതുമല്ല, താഴോട്ടും മേലോട്ടും മാത്രം തേച്ചാ മതി, അല്ലേ പല്ല് പൊങ്ങിപ്പോവും. അതുപോലെ. അമ്മേ അമ്മേ വരുന്നു. എന്താ മോനെ? ഇത് കുറെ കൂടി പോകുന്നുണ്ട്. എന്തോന്ന്? എന്തിനാ രണ്ട് കോന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത്? എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അവരെ ഇപ്പൊ പറഞ്ഞേക്കണം. കുറച്ചു കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ. പ്രായമായി ഞങ്ങൾക്ക് പറ്റുമോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ? എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക്. അമ്പലത്തിൽ പോണ്ടേ? നരകത്തിലേക്ക് തമ്പ്രാന് കുളിക്കാനാ വെള്ളം ചൂടാക്കുന്നേ. എനിക്കോ? ഞാൻ ദിവസവും കുളത്തിലാ കുളിക്കും. അത് പഴയ കഥ. ഇനി ഇന്ന് തൊട്ട് കുളത്ത് കൂടില്ല. ഇവിടെ ഇരുന്ന് കുളിച്ചാ മതി. എനിക്ക് മനസ്സിലെങ്കിലും ദേഷ്യം പിടിപ്പിക്കരുത്. അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങൾ പറയുമ്പോൾ അനുസരിക്കണം. ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ ഞാൻ കുളത്തിലെ കുളിക്കും. ഇന്നവിടെ അടുത്ത് ചെറിയ രാമനാര് ഒന്ന് വേഗം എടുക്കുക. എന്നെ വിടുന്നു. ഞാൻ കുളത്തിലെ കുളിക്കുള്ളൂ. അവിടെ ഇരിക്കാൻ. എന്തൊരു കഷ്ടായത്. എന്നെ പിടിക്കൊന്നും വേണ്ട, ഞാൻ ഓടിപ്പോകൊന്നുമില്ല. പേടിയൊന്നുമില്ല. ഇനി ഓടിപ്പോയാലും പിടിച്ചുകൊണ്ടുവരാനൊക്കെ അറിയാം. പിന്നെ എന്താ ഒരു ഉറപ്പിന് പിടിച്ചെന്ന് മാത്രം. പറയുമ്പോലെ ചെറിയ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് എടുക്കണേ? വീട്ടേക്ക് വലിയ രാമനായരെ ഇങ്ങോട്ട് പറയാം. ചെറിയ രാമൻ നായരെ, തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ, തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കുക ഞാനാ, താനല്ല. നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പണി ഉണ്ടായിരുന്ന കാലത്താണ്. ഈ പണിയിൽ ഒന്നും രണ്ടുമില്ല. ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്വമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി. എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ജന്മത്ത് പറ്റില്ല മോനെ. വല്യരാമന്മാര് ഞാൻ എപ്പോഴും. ഈ തമ്പ്രാൻ എങ്ങോട്ടാ പോയേ? തമ്പ്രാനെ എവിടെ? തമ്പ്രാൻ എവിടെയാണോ? തമ്പ്രാൻ പറച്ചോണ്ട് എന്നോട് പോയൊക്കെ അന്നും കൂടി വരിക നോക്കുക. തമ്പ്രാനെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ചൂടുണ്ടോ അധികം? പാൽക്കഞ്ഞി ഇഷ്ടമാണല്ലോ മോന്. ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലല്ലോ. പിന്നെന്താ കഴിക്കാത്ത? എനിക്ക് വേണ്ട. എന്തു പറ്റി എന്റെ മോന്? നല്ല മനസ്സമാധാനമുള്ള അന്തരീക്ഷമാണല്ലോ ഇവിടെ. പണി ഇതാണെങ്കിലും ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കണം. കഞ്ഞി കൊള്ളാം, പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു. ഭാര്യ വീട്ടിൽ വന്നാണല്ലോ. അവിടെ വാഹനാണല്ലോ. സൈക്കിളിൽ നിന്ന് ഇറങ്ങാൻ. ഈ പറഞ്ഞ അനുസരിച്ച് അധികം നല്ലല്ല. എന്താ ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ. തമ്പ്രാനെ ഇറങ്ങണം, നിർബന്ധമായിട്ട് ഇറങ്ങണം. ഞാനാ കുടിച്ചോളൂ. അയ്യോ തമ്പുരാനെ, രാമനാരെ അയ്യോ പിടിച്ചോളൂ. രാമനാരെ ഓടി പിടിക്കാ. അയ്യാത്തോണ്ടല്ലേ പിടിക്കാൻ. എന്താ നീ കാണിച്ചത്? ഞാൻ സൈക്കിള്. ആര് പറഞ്ഞു സൈക്കിൾ എടുക്കാൻ? അയ്യോ എന്റെ മോനെ. എന്റെ തമ്പുരാനെ, ഈ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതും വാഹനാണ്. വല്ല അപകടം സംഭവിച്ചിരുന്നെങ്കിലോ? ഇനി മേലാൽ ഈ കുന്തം ഈ പണിക്കകത്ത് കയറ്റരുത്.
പുറത്ത് നിർത്തി വെള്ളം അടിച്ചാൽ മതി. കത്തും കമ്പിയും ഒക്കെ ഞങ്ങൾ അവിടെ വന്ന് വാങ്ങിച്ചോളാം. വേണ്ടാന്നേ. ഇനി അടുത്ത 6 മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട. ഓ ഓ നിങ്ങൾ എന്തിനാ അവിടെ നിർത്തിയത്? എവിടെയായിരുന്നു രണ്ടുപേരും? ഞങ്ങള് കഞ്ഞി. അതറിയാം. ഓ നമ്മള് കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ആണോ? അല്ല, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്രമൊക്കെ മൂപ്പര് അറിയണ്ടേ? ഇല്ല, അറിഞ്ഞു കാണൂ. ഞാൻ എടുത്തോളാം. ഞാനാണ് കുഞ്ഞാപ്പ് പിടിച്ചോളാം. പിന്നെ എന്തൊക്കെയുണ്ട് കുഞ്ഞാപ്പ് വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അളിയന് പേര് സ്റ്റേഷനില്ല, പാലത്തറയില്. എന്നാലും എന്റെ ചന്ദ്ര, വല്ലപ്പോഴും ഒരു കത്ത്. എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിന്റെ കാര്യങ്ങൾ അറിയാൻ എനിക്കും അനന്തേട്ടന് ആഗ്രഹം ഉണ്ടാവില്ലേ? കൂടപ്പിറപ്പായിട്ട് എനിക്ക് നീയല്ലേ ഉള്ളൂ. അത് പോട്ടെ. വരണം എന്ന് വിചാരിക്കുന്നോണ്ട് എഴുതാൻ പഠിക്കുന്നത്. പിന്നെ എല്ലാ ഒത്തുവന്നു വന്നു പോകാനും പറ്റിയില്ല. രാമേട്ടനെ ഇപ്പഴെങ്കിലും വിടണ്ട ചേർത്തി. കുഞ്ഞുകുട്ടന്റെ കാര്യം അറിഞ്ഞാ? ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു. കുഞ്ഞുകുട്ടപ്പ് എന്ത് ചെയ്യുന്നു? കുറച്ചാലായിട്ട് പുറത്തെങ്ങും വിടാറില്ല. തമ്പുരാൻ നോക്കാൻ ആളാക്കിരിക്ക അവിടെ. അതെന്താ? പാരാട്ടപ്പണിക്കൊരു പ്രശ്നം വെച്ച് പറഞ്ഞതാ. കുറച്ചാളത്തെ കുഞ്ഞുകുട്ടന്റെ കഷ്ടാല പുറത്തിറങ്ങാൻ പാടില്ലെന്ന്. എന്നാ പോട്ടെ. എങ്ങോട്ട്? കുഞ്ഞുകുട്ടനെ കണ്ട് പറയണ്ടേ? പിന്നെ വരാ. നാട്ടിൽ മുഴുവൻ ന്യൂസ് എത്തിക്കാൻ പോന്ന പോക്കാ. അനന്തേട്ട ആകാശവാണിന്ന് വിളിക്കുക. കുട്ടികൾ ഉച്ച കൊണ്ടാൻ പറ്റില്ലേ? അവര് ചോറ് കൊണ്ടുപോവാ. നീ ഇങ്ങനെ ഇരിക്കാതെ അകത്ത് വന്ന് ഡ്രസ്സൊക്കെ മാറാൻ നോക്ക്. എന്റെ ഈശ്വര. എടിയേ ഒന്ന് പിടിച്ചേ. എന്തിനായി കാശ് വെറുതെ കളയുന്നേ? ഇവിടെ ആവശ്യം പോലെ ഇരിപ്പുണ്ടല്ലോ പഴം. കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത. റോഡ് വക്കത്ത് കച്ചവടം ചെയ്യരുതെന്ന് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കേസും കൂട്ടത്തിനൊന്നും പോണ്ടാന്ന് കരുതി ഈ കൊലയമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു. താനെപ്പോ വന്നു? കുറച്ചേരായി. വരാനുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ? അയ്യോ, അളിയൻ എന്തായി പറയുന്നത്? വരണം എന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഈ ടൈമൊക്കെ കൂടി ഒത്തു കിട്ടാനുള്ള. അല്ല, കേറുന്നില്ലേ? ഇല്ല, ഞാൻ ഡ്യൂട്ടിയില്ല. വൈകുന്നേരം വരാം. ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ? അയ്യോ, അല്ല, നിനക്ക് ടൈം ഉണ്ടാവോന്ന് എനിക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഈ അളിയന് പഴയതിന് ഒരു മാറ്റവും ഇല്ല കേട്ടോ. മാറ്റുണ്ടെങ്കിൽ ഞാൻ ഇന്ന് SI ആവില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. ചെറുമ്പ്രാൻ തൊഴുതു വന്നോളൂ, ഞങ്ങള് പുറത്ത് നിൽക്കാം. ശരിയാ. സന്തോഷം.